നമ്മുടെ ഒരു ഗ്രോത്ത് ചാർട്ട് ഉണ്ട്. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ വരുമ്പോഴേ നമ്മുടെ ഇതുപോലെ ഒരു ഗ്രാഫ് ഉണ്ട്. ഇത് ബ്ലൂ കളർ ഫോർ ബോയ്സ്, പിങ്ക് ഫോർ ഗേൾസ്. നമുക്കറിയാലോ, ബേബി പിങ്ക് ബേബി ബ്ലൂ എന്നൊക്കെ ചെറുപ്പത്തിൽ പറയുന്ന പോലെ വലുതായാലും നമ്മൾ ആ കളറെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ബ്ലൂ കളർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആൺകുട്ടികളുടെ നമ്മുടെ ഹൈറ്റും വെയിറ്റും, അപ്പോൾ വെയിറ്റ് ഇവിടെ നമ്മൾ ആ ഏജ് അപ്രോപ്രിയേറ്റ് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നു. എത്ര വയസ്സാണോ എത്ര ഹൈറ്റ് വെയിറ്റ് ഉണ്ട്, എത്ര ഹൈറ്റ് ആണോ ഏജ് വൈസ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. നമുക്കപ്പോൾ ഈ ഗ്രാഫിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഗ്രാഫിൽ ഈ ആദ്യത്തെ ഒരു ഫസ്റ്റ് സെന്റൈലും സെക്കൻഡ് സെന്റൈലും ഇത് രണ്ട് ശരിക്കും നമ്മൾ ഇടപെടേണ്ട ഒരു ഏരിയ ആണ്. ചിലപ്പോൾ ഈ റെഡ് ലൈനിൽ താഴെ പിന്നെ ഒരു ശരി നമ്മൾ ഇടപെട്ടേ ഒക്കൂ. ഇനി ബാക്കി മേളിലൊക്കെ പോകുന്നതോറും കുഴപ്പമില്ല. നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പാരൻസിന്റെ ഹൈറ്റും അച്ഛൻ്റെ അമ്മയുടെ ഹൈറ്റും ഇവിടെ പ്ലോട്ട് ചെയ്ത് നമുക്കൊരു കുഞ്ഞിന് ടാർഗറ്റ് ഹൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഫാദറിന്റെ ഹൈറ്റും മദറിന്റെ ഹൈറ്റും നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ ഉണ്ട്. അച്ഛൻ്റെ ഹൈറ്റ് സെന്റിമീറ്റർ, അമ്മയുടെ ഹൈറ്റ് സെന്റിമീറ്റർ, അത് ഡിവൈഡ് ബൈ 2 + 7 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൺകുട്ടികളുടെ ഹൈറ്റ് കിട്ടും. അത് -7 പെൺകുട്ടിയുടെ ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ സാധനം നമ്മൾ ടാർഗറ്റ് ഹൈറ്റ് ആണ്. 18 വയസ്സാകുമ്പോൾ കിട്ടിയിരിക്കേണ്ട ഹൈറ്റിന്റെ ഉദ്ദേശമാണ്. അപ്പൊ കുട്ടി നേരത്തെ ചോദിച്ച പോലെ ഹൈറ്റ് കുറവായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു, അതും ഇതൊക്കെ കഴിച്ചു ഹൈറ്റ് കൂടാൻ. നമ്മൾ പാരന്റ്സിന്റെ ഹൈറ്റ് നമ്മൾ നോക്കി ടാർഗറ്റിൽ ഇവിടെ പ്ലോട്ട് ചെയ്യും. നിലവിലെ ഹൈറ്റ് എവിടെ നിന്ന് പ്ലോട്ട് ചെയ്യും. ഇത് ആ ടാർഗറ്റിലേക്കാണോ പൊക്കൊണ്ടിരിക്കണം നമുക്ക് അറിയാൻ പറ്റും. ആ ലൈനിലാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നമ്മൾ ഒരു ടെൻഷനും വേണ്ട, എത്തിക്കോളും. ഇനി ആ ടാർഗറ്റിലല്ല കുഞ്ഞ് കിടക്കണത്, ആ സമയത്ത് താഴെയാണ്, ഒത്തിരി ബാക്കിൽ കിടക്കുന്നത്, നമ്മൾ ഇന്റർവെൻഷൻ ചെയ്യണം. നമ്മൾ ആ സമയത്ത് ഇടപെട്ട് എന്തുകൊണ്ടാണ്, തൈറോയിഡ് കൊണ്ടാണോ, വിറ്റാമിൻ ഡിയുടെ കുറവാണോ, ന്യൂട്രീഷൻ കുറവാണോ, ഇനി സ്ഥിര അസുഖം വരുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കളിയുടെ കുറവുകൊണ്ടാണോ, വ്യായാമ കുറവ് കൊണ്ടാണെങ്കിൽ നമ്മളത് ഇടപെട്ടിട്ട് അതുകൊണ്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഒത്തിരി മേളിലൊക്കെ ആണെങ്കിൽ ഹൈറ്റ് വെയിറ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ ഒരു നമുക്ക് അറിയാം, ഒബേസിറ്റി ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. ആ ഹൈറ്റിനുള്ള വെയിറ്റ് ആണോ കറക്റ്റ് ആണോ, അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിൽ പാരൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും.